ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഇവക്കുട്ടിക്കും പൊന്നൂസിനും അംഗനവാടിയും ഇല്ല, ക്ലാസ്സും ഇല്ല. അപ്പോ ഇന്ന് അവരുടെ ഒരു ദിവസം എടുക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് അവര് അവധിയുള്ള ദിവസം എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വിരിഞ്ഞിരുന്നതാണ്. നല്ല ആദ്യമായിട്ടാണ് കേട്ടോ ഒരു റോസാപ്പൂ ഉണ്ടാവുന്നത്. ഒരു കുഞ്ഞു ചെടിയിൽ റോസാപ്പൂ, അതിന്റെ കൂടെ പനിക്കൂർക്കയൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, നോക്കിയപ്പോഴത്തേക്കും നല്ലോണം വിരിഞ്ഞിരിക്കണ്. രസമുണ്ടല്ലേ? യുവക്കുട്ടിയും പൊന്നൂസും കണ്ടു കഴിഞ്ഞാല് അപ്പൊ തന്നെ പറിച്ചെടുക്കും. എന്നിട്ട് കിള്ളി 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 ഇങ്ങനെ ഇടും. അതുകൊണ്ട് അവര് കണ്ടിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ലല്ലോ അവര്. അവര് കണ്ട അവര് പറിച്ചെടുക്കും. ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതേ പുറത്ത് മാഗി മോൾ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കി. ഞങ്ങളുടെ വീടിന്റെ ബാക്കില് പാടമാണ് കേട്ടോ കാണുന്നത്. പിന്നെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കാന്താരി മുളകിന്റെ ചെടി ഉണ്ടായിരുന്നു. അതിൽ ഇടക്കിടക്ക് ഇങ്ങനെ നിറച്ചാവൂട്ടാ. ഈ ചെടി നട്ടതൊന്നും അല്ല കേട്ടാ, തന്നെ മുളച്ചു വന്നതാണ്. വിനാഗിരിയിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഈ കാന്താരി മുളക് ഇട്ട് വെക്കണം. കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്ത് ചോറിനൊക്കെ ഒപ്പം നമുക്ക് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പൊ അതിന് മാത്രമൊന്നും അല്ല, ഇതിപ്പോ ഒരു കറിക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാൻ പറിച്ചെടുത്തു. ഉണ്ടോ, നല്ല എരിവാണ് കേട്ടാ. എപ്പോഴും കുഞ്ഞി കാന്താരിക്കാൻ തോന്നുന്നു ഭയങ്കര എരിവ്. ഒരു മോര് കലക്കണേനോ ഒലത്തിനൊക്കെ ഇടാം. ഇതാണ് ഞങ്ങളുടെ മാഗി മോൾ. ഞാൻ പോയി വന്നപ്പോഴത്തേക്കും ഇതാ ഒരാൾ എഴുന്നേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഇച്ചിരി വെള്ളം കൊടുക്കും കുടിക്കാനായിട്ട്. നമ്മുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കണേയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇച്ചിരി വെള്ളം കൊടുക്കും. ഒരു ഗ്ലാസ് ഫുള്ളൊന്നും കൊടുക്കില്ല കേട്ടോ, ഒരു ഇച്ചിരി വെള്ളം കൊടുക്കും. അവളത് കുടിക്കും. അതിനുശേഷം ചേച്ചിനെ എഴുന്നേൽപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും കിടക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി ചിരിയും കളിയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുള്ളൂ. ഇതാ ഇപ്പൊ ഇവക്കുട്ടിക്കും ഒരു ഇച്ചിരി വെള്ളം കൊടുത്തു. അവളും ആ വെള്ളം കുടിച്ചു. ഇപ്പൊ രണ്ടുപേരും പല്ലൊക്കെ തേച്ച് വന്നു, ഫ്രഷായി വന്നു. രാവിലെ കുളിക്കില്ല കേട്ടാ, സ്കൂളുള്ള ദിവസം മാത്രമേ രാവിലെ കുളിക്കുള്ളൂ. ഇല്ലെങ്കിൽ സന്ധ്യയൊക്കെ ആവാറാവുമ്പോഴേ കുളിക്കുള്ളൂ, സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ. അപ്പോ ഇപ്പൊ അവര് പഴം കഴിക്കുകയാണ്, ഏത്തപ്പഴം. രാവിലെ ചോറായിരുന്നു, അപ്പൊ അവർക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്ക് ഏത്തപ്പഴമാണ് കൊടുത്തത്. പിന്നെ വീട്ടിലുള്ള ദിവസം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ വളയും മാലയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അതാത് സ്ഥലത്തൊക്കെ വെക്കാൻ അവർക്ക് ഇഷ്ടമാണ്. കണ്ടോ, മാല വെക്കേണ്ടടുത്ത് അവർ മാല വെക്കും, വള വെക്കേണ്ടടുത്ത് വള വെക്കും. ബുഷ്, ക്ലിപ്പ് ഇതൊക്കെ വേർതിരിച്ച് അവരിങ്ങനെ വെക്കും. ഒരു തവണ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യും അവര്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിഠായി ഉണ്ടായിരുന്നു, അത് രണ്ടുപേർക്ക് പപ്പാതി കൊടുത്തതാണ് ഈ കാണുന്നത്. അത് ആസ്വദിച്ച് കഴിക്കുകയാണ് അവര്. അതിനുശേഷം ഞങ്ങള് പുറത്തേക്ക് വന്നു. എന്നിട്ട് കോഴി മുട്ട ഇട്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്, നാടൻ മുട്ട. രണ്ടുപേരും ആ റോസാപ്പൂ കണ്ടുപിടിച്ചു. ഇവക്കുട്ടി പറയാണ്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർക്ക് അത് പറിച്ചുകൊണ്ട് കൊടുക്കും എന്നൊക്കെയാണ് പറയണത് അവള്. ഇതാ ഇപ്പൊ ഞങ്ങൾ മൂന്നും കൂടി കടയിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോ വീടിന് തൊട്ടടുത്തുള്ള കടയിലേക്ക് പോവാണ്. ഇച്ചിരി ദൂരം നടക്കാനുണ്ട് കേട്ടാ. പിന്നെ രാവിലത്തെ വെയില് കുഴപ്പമില്ല. രാവിലത്തെ ആ വെയിൽ എന്ന് പറയുന്നത് ഇച്ചിരി തണുപ്പും കൂടിയുള്ള വെയിലാണ്, ഭയങ്കര ചൂടെടുക്കണ വെയിലല്ല. അപ്പോ അതുകൊണ്ടാണ് കുടയൊന്നും എടുക്കാത്തത്. രണ്ടുപേരും കൂടി നല്ല ആർത്തുല്ലസിച്ച് ഇങ്ങനെ പോവാണ്. പോണ വഴി രണ്ട് റോസാപ്പൂക്കൾ കണ്ടു. ഞങ്ങൾ ഇവിടെ സ്ഥിരം വരാറുള്ള കടയാണ് കേട്ടാ, വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കട എത്താറായി. കടയിൽ പോയി വന്നപ്പോഴേക്കും രണ്ടുപേരും ക്ഷീണിച്ചു. അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടുപേർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു. പിന്നെ കപ്പയും കേരമീൻ കറിയും കൂടി കൊടുത്തു. ഒരു പ്ലേറ്റ് ഇട്ട് കഴിച്ചോളും. ഒരു ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. നടന്നതുകൊണ്ട് ഭയങ്കര വിശപ്പും ഉണ്ടാവും. രാവിലെ ഒരു പഴമല്ലേ കഴിച്ചോളൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നഖമൊക്കെ ഒന്ന് വെട്ടാനുണ്ട് രണ്ടുപേരുടെയും. അപ്പോൾ നഖം വെട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നഖം വെട്ടണമെന്ന് ഒട്ടും ഇഷ്ടമല്ല കേട്ടാ, രണ്ടുപേർക്കും പേടിയാണ്. ആര് പാവം? ഇതാ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞു. ഇപ്പോ അവര് കളറിങ്ങും കാര്യങ്ങളിലോട്ട് കടന്നു. ഞാൻ എൻ്റെ പണികളിലോട്ടും കടന്നു. അപ്പൊ നോക്കാണ്, വീഡിയോ എടുക്കണുണ്ടപ്പോ നോക്കാണ്. കുടിക്കാനൊക്കെ രണ്ടുപേരുടെ ബോട്ടിലും വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങാറ്. ഇല്ലെങ്കിൽ അമ്മേ വെള്ളം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പുറകെ കിടക്കും. അപ്പൊ ഇതാകുമ്പോ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വന്ന് കുടിക്കാലോ. നമ്മ കുടിക്കുന്ന പറയാൻ വേണ്ട.
പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്. ഇതിപ്പോ കേരമീൻ ചൂടാക്കിയ ചട്ടിയിൽ തന്നെയാണ് ചോറ് കഴിക്കണത്. ഞങ്ങള് 3 പേരും ഈ ഒരു ചട്ടിയിലാണ് ട്ടാ ചോറ് കഴിക്കാൻ പോണത്. ചോറുണ്ട്, ഒരു ബുൾസൈ എടുത്തിട്ടുണ്ട്, പിന്നെ കേരമീൻ കറി ഉണ്ട്, 2 പപ്പടം ഉണ്ട്, അതൊക്കെ തന്നെ ധാരാളം. അപ്പോ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്. ചോറൊക്കെ തിന്നതിന് ശേഷം ഉച്ചമയക്കം പതിവാണ്. പിള്ളേർ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കിടത്തിയൊക്കെ ഉറക്കും കുറച്ചു നേരം. ഉച്ചയ്ക്ക് വീട്ടിലുള്ള ദിവസമാണെങ്കിൽ അവര് ഉറങ്ങിയില്ല എങ്കിൽ വാശി കാട്ടാൻ തുടങ്ങും, വഴക്കൊക്കെ ഇടാൻ തുടങ്ങും, കരയാൻ തുടങ്ങും ഒരാവശ്യമില്ലാണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് കിടത്തി ഉറക്കും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പിള്ളേര്. അപ്പോൾ ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഉഷാറാവും രണ്ടുപേരും. കിടത്തുമ്പോ തന്നെ ഉറങ്ങിയൊന്നുമില്ല കേട്ടാ. കളി ഇഞ്ചിരിയൊക്കെ കഴിഞ്ഞിട്ട് അവര് ഉറങ്ങുള്ളൂ. അതും ഞാൻ വഴക്ക് പറയണം, കിടന്ന് ഉറങ്ങുന്നൊക്കെ വഴക്കൊക്കെ പറയണം, എങ്കിലേ പേടിച്ചിട്ട് ഉറങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ഉറങ്ങിയൊന്നുമില്ല. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങണതാണ്. അപ്പോൾ അവരും കൂടെ ഇറങ്ങും. എന്നിട്ട് അവർ ഇതുപോലെ വെള്ളത്തിൽ കളിക്കുകയോ അല്ലെങ്കിൽ ചെടി നനയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളും. എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരാറില്ല. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും അകത്തോട്ട് പോവും. കുറച്ചു നേരം അവർ നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോഴേ തന്നെ സ്വഭാവം കാട്ടാൻ തുടങ്ങും. ഇതാ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് കളിയാണ്. പിന്നെ അങ്ങാട്ടും ഇങ്ങാട്ടും വെള്ളമൊക്കെ എറിഞ്ഞൊക്കെ കളിയുണ്ട്. പിന്നെ തല്ലുപിടുത്തമുണ്ട്. അതൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല. അങ്ങനെ പിള്ളേർ കൈയും കാലൊക്കെ കഴുകി അകത്തേക്ക് വന്നു. ഭയങ്കര വിശപ്പ്. ഞാൻ വല്ലപ്പോഴേ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. ഇതുപോലെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ നാടൻ ഭക്ഷണം കൊടുത്ത് അവർക്ക് തിന്നും അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇടക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, വല്ലപ്പോഴും, ശനിയോ ഞായറോ മാത്രം. അപ്പോ ഇതാ അങ്ങനെ അവര് നൂഡിൽസ് കഴിക്കുകയാണ്. ഇതാ സന്ധ്യ ആയപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഞാൻ അങ്ങനെ കാർട്ടൂണൊന്നും വെച്ച് കൊടുക്കാറില്ല. ഇതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ കുറച്ചു നേരം അവർക്ക് ഫോൺ റീൽസ് ഒക്കെ കാണാനായിട്ട് കൊടുക്കാറുണ്ട്. ക്ലാസ് ഉള്ള ദിവസങ്ങളിലൊന്നും ഞാൻ വെച്ച് കൊടുക്കാറില്ല. ഇതുപോലെ ശനി ഞായർ ദിവസങ്ങൾ മാത്രം. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ് ട്ടാ. പരിപ്പ് കറി, ഉണക്കക്കൊഴുവ വറുത്തത്, ഞാൻ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറ്, ഇത്രയുമാണ് രാത്രിത്തെ കറികള്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടാ. എല്ലാരും കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും. ചിലപ്പോ ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോ അത്രേ ഉള്ളൂ. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.